ഹലോ, വെൽക്കം ടു ട്യൂട്ടി ട്യൂട്ട്സ്. റെയിൽവേയുടെ 2025 അവസാനത്തെ നോട്ടിഫിക്കേഷൻ. 2025 ഇപ്പോൾ എല്ലാ വർഷമാണ് റെയിൽവേയുടെ എക്സാം നടക്കുന്നത്. അപ്പോൾ 2025 അവസാനത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. CN09/2025 അതായത് ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇന്ന് ഈ വീഡിയോസിൽ നോക്കാനുള്ളത്. ഇപ്പോൾ അപ്ലിക്കേഷൻ നമുക്ക് വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണത്, ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 31/1/2026 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം, അതായത് മാർച്ച് 2 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 4-ാം തീയതിയാണ്, മാർച്ച് 4 വരെ. അതിനുശേഷം എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ 5 മുതൽ 14-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാർച്ച് 2 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഇനീഷ്യൽ പേയ്മെൻറ്റ് വരുന്നത് 18,000 രൂപയാണ്. അത് ഏകദേശം എല്ലാം കൂടെ നിങ്ങൾക്ക് 25-ൻ്റെ മേലെയാണ് നിങ്ങൾക്ക് മൊത്തം സാലറി കിട്ടുക. അതിൻ്റെ ഏജ് ഗ്രൂപ്പ് വരുന്നത് 18 മുതൽ 33 വയസ്സ് വരെയുള്ളവർക്ക്, സാധാരണ ജനറൽ കാറ്റഗറിയിൽ 18 മുതൽ 33 വയസ്സുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ടോട്ടൽ വേക്കൻസിയുടെ എണ്ണം വരുന്നത് 22,195 വേക്കൻസീസാണ് എല്ലാം കൂടെ ഇതിൽ വരുന്നത്. അപ്പോൾ എല്ലാ കാറ്റഗറിയും കൂടെ വരണ മൊത്തത്തിൽ ഓൾ ഇന്ത്യ ആണ് വരുന്നത് 22,000 വേക്കൻസീസ് ഉണ്ട്. ഇനിയിപ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് A2, A3, B1, C1. അതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വരുന്നത്. ആകെ ഒരു കാറ്റഗറിക്ക് മാത്രം A2 വരുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ A3, B1, C1 ഒക്കെയാണ് വരുന്നത്. അപ്പോൾ A2ൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 6/9 ആയിരിക്കണം. അത് വിത്തൗട്ട് ഗ്ലാസസ് ആയിരിക്കണം. അതായത് വിത്തൗട്ട് ഗ്ലാസസ് ആയിരിക്കണം 6/9. അപ്പോൾ നിയർ വിഷന് 0.6 വരണം, അതും വിത്തൗട്ട് ഗ്ലാസസ് ആണ്. ഇനി ബാക്കിയുള്ള A3, B1, C1 ഒക്കെ 6/9 മതി. അതുപോലെ തന്നെ 6/6 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ്, വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ് പറയുന്നത്. അപ്പോൾ അത് ഡിസ്റ്റൻസ് വിഷൻ്റെ കാര്യം, ഇപ്പോൾ B1-നാണെങ്കിൽ 6/9ഉം 6/12 വരുന്നത്, വിത്തൗട്ട് ഗ്ലാസസ് ആണ് വരുന്നത്. അതുപോലെ നിയർ വിഷൻ വരുന്നത് 0.6 വരുന്നത്. അതുപോലെ C1-ൻ്റെ അവർ പറഞ്ഞത് 6/12ഉം 6/18 ആണ്, വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ്. അപ്പോൾ ഗ്ലാസ് ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ 3 കാറ്റഗറിയിൽ A3, B1, C1 ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഗ്ലാസ് ഇല്ലാത്തവർക്ക് മാത്രമാണ് A2. ഈ 6/9ഉം 6/9 ഉള്ളവർക്കാണ് A2 കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് നോക്കാം. ഓരോ ഡിഫറെൻ്റായ പോസ്റ്റസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞിരുന്നു A2 കാറ്റഗറിയിൽ വരുന്നത് ആകെ ഒരു പോയിൻ്റാണ്, പോയിൻറ്റ്സ്മാൻ എന്ന് പറഞ്ഞ പോസ്റ്റാണ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ളതിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും B1, C1, അതുപോലെ B1, C1 അതാണ് എന്ത് വരുന്നത്, നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രേഡ്സ് എല്ലാം കൂടെ 14 ട്രേഡ്സിലേക്ക് മൊത്തമാണ് വിളിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു 18-നും 33-നും ഇടയിലുള്ള ആൾക്കാർക്ക്, സാധാരണ ഏജ്, അതായത് ജനറൽ കാറ്റഗറിയിലേക്ക് ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് ആണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ITI ഉള്ളവർക്ക്, അല്ലെങ്കിൽ അതിനോട് ITI ഈക്വലൻ്റ് ആയിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ NIC സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, അത് ഗ്രാൻഡർ ആയിരിക്കണം. അതായത് NCVT ഗ്രാൻഡർ ആയിട്ടുള്ള അപ്രന്റീസ്ഷിപ്പ് എഴുതിയവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതാണ് ആ ഡീറ്റെയിൽസ് വരുന്നത്. ഇനിയിപ്പോൾ ഈ കാറ്റഗറി, അതായത് അപ്പർ ലിമിറ്റ് വരുന്നത് ഇപ്പോൾ നമുക്ക് 18 മുതൽ 33 വയസ്സ് വരെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജനറൽ കാറ്റഗറിയിലോ EWS കാറ്റഗറിക്കോ എന്ത് ചെയ്യണം, 2/1/1993 ശേഷം ജനിച്ച ആൾക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ അവർക്ക് എന്താ 2/1/1990 അതിന് ശേഷമുള്ളവർക്ക് അപ്ലൈ. SC STക്ക് ആണെങ്കിൽ 2/1/1988 മുതലുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും 1/1/2008 മുതൽ വരെ ആൾക്കാർക്കുള്ള ആണ് നമുക്ക് എന്ത് ചെയ്യാൻ, ജനിച്ച ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതാണ് ആ ഏജ് ലിമിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് കണ്ടാൽ അറിയാൻ പറ്റും എത്രയാണ് ഏജ് ലിമിറ്റ് എന്നുള്ള കാര്യം. ഇനിയിപ്പോൾ ഇതിൽ തന്നെ OBCക്ക് നമുക്ക് എന്താ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC STക്ക് ആണെങ്കിൽ 5 ഇയർ. അതുപോലെ എക്സ് സർവീസിൻ്റെ ഓരോ കാറ്റഗറിയിലേക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസ്റ്റിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ EWS എന്താ പറയുക, ജനറൽ 10 വർഷം വരെയാണ് നമുക്ക് എന്തിൽ പറഞ്ഞിട്ടുള്ളത്, ഈ എക്സ് സർവീസ്മെൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ 10th ITI അല്ലെങ്കിൽ NIC സർട്ടിഫിക്കറ്റ്, NCVT
NCVT അപ്രൂവ് ആയിട്ടുള്ള അപ്രന്റീസ്ഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ പ്രത്യേകം പറഞ്ഞ ഡിഗ്രി ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് വിൽ നോട്ട് ആക്സെപ്റ്റഡ്. ഓക്കെ, അതായത് ഡിപ്ലോമ ഡിഗ്രി അത് IT പോസ്റ്റിലേക്ക് പറഞ്ഞിട്ടുണ്ടാവും. IT പോസ്റ്റിലേക്ക് പ്രത്യേകം പറഞ്ഞിട്ടുള്ള പോസ്റ്റിലേക്ക് ഈ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി വെച്ചിട്ടുള്ള BTechക്കാർക്കോ ഡിപ്ലോമക്കാർക്കോ എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള സംഭവത്തിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് IT ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത്രയാണ് ഇതിൽ അവർ പറയുന്നത്. ഇനി അതേപോലെ തന്നെ എക്സാമിനേഷൻ ഫീസ് വരുന്നത് എല്ലാ കാൻഡിഡേറ്റ്സിനും ഫീസ് വരുന്നത് 500 രൂപയാണ്. ഇനിയിപ്പോൾ SC ST അതുപോലെ എക്സ് സർവീസ്മെൻ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഫീമെയിൽസിന്, ട്രാൻസ്ജെൻഡേഴ്സിന്, അതുപോലെ EBC കാറ്റഗറിയിൽ പറഞ്ഞവർക്കൊക്കെ എത്ര 250 ഫീസ് വരുന്നത്. ഓക്കെ, അവർ സാധാരണ RRB എക്സാമിൽ പറഞ്ഞ പോലെ തന്നെ CBT എക്സാം എഴുതിയവർക്ക് എന്താ ആ ഫീസ് അവർ റീഫണ്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ എക്സാമിൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ 90 മിനിറ്റാണ് എക്സാം ഉണ്ടാവുക. മൊത്തം ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതിൽ തന്നെ ജനറൽ സയൻസിന് 25 ക്വസ്റ്റ്യൻ, മാത്തമാറ്റിക്സിന് 20 ക്വസ്റ്റ്യൻ, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 30 ക്വസ്റ്റ്യനും, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിന് 20 ക്വസ്റ്റ്യനും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പാറ്റേൺ. 25 + 25 + 30 + 20, അങ്ങനെ മൊത്തം 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എത്ര മിനിറ്റാണ്? 90 മിനിറ്റാണ് മൊത്തത്തിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്കതിൽ പറയാനുള്ള. ഫീസിൻ്റെ കാര്യത്തിൽ എന്താ നമ്മുടെ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ, ഇതുപോലെ തന്നെ എക്സാമിന് ശേഷം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഫിസിക്കൽ ടെസ്റ്റിൽ പറഞ്ഞതെന്ന് വെച്ചാൽ മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സും ചെറിയ വ്യത്യാസമുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിന് എന്ന് വെച്ചാൽ 35 കിലോ ഉള്ള വെയിറ്റ് എടുത്ത് വെച്ചിട്ട് 100 മീറ്റർ നടക്കണം. അത് 2 മിനിറ്റ് കൊണ്ട് നടന്നെത്തിക്കണം. പക്ഷെ എന്താ, നമ്മൾ വെയിറ്റ് താഴെ വയ്ക്കാൻ പാടില്ല, ഒറ്റ സ്ട്രെച്ചിന് നമ്മൾ നടക്കണം. ഓക്കെ, അതേപോലെ തന്നെ 1000 മീറ്റർ ഓട്ടം ഉണ്ട്, അത് 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം മെയിൽ കാൻഡിഡേറ്റ്സ്. ഇനിയിപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ 20 kg തന്നെയാണ് അവർ പൊന്തിക്കേണ്ട. 20 kg പൊന്തിച്ചാൽ മതി. അത് 100 മീറ്ററാണ്. 2 മിനിറ്റ് കൊണ്ട് അവരെന്ത് ചെയ്യണം, അത് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ 1000 മീറ്റർ റണ്ണിങ് ഉള്ളത് 1000 മീറ്റർ 5 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് ഫീമെയിൽസ് എന്താക്കണം, ഓടിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിസിക്കൽ ടെസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ഈ 2 രീതിയിലുള്ള ടെസ്റ്റ് ഉണ്ടാവുക. ആദ്യം എന്തുണ്ടാവും, നമ്മുടെ എക്സാം ഉണ്ടാവും. എക്സാം കഴിഞ്ഞ ശേഷം എന്തുണ്ടാവും, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓൺലൈൻ റെക്കോർഡർ ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ റെക്കോർഡർ വീഡിയോ ക്ലാസ്സസിന് നല്ല ഓഫർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടാം, കോഴ്സസ് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.